ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ചക്കപ്പഴം വെച്ചിട്ട് പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ചക്ക വിഭവങ്ങൾ. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടൊരു പലഹാരം ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചക്ക നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചക്ക കിട്ടുന്ന സമയത്ത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മാറ്റാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. മധുരം വേണ്ട, കാരണം ചക്കയ്ക്ക് നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ ഞാനിത് എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഫ്ലേവറിന് വേണ്ടി ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് ഇത് ചപ്പാത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചപ്പാത്തി പ്രസ്സും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചപ്പാത്തി എനിക്ക് ചുട്ടെടുക്കാൻ പറ്റി. നല്ലോണം പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. ഗോതമ്പ് പൊടിക്കകത്ത് ആവശ്യത്തിന് ഉപ്പിട്ടൊന്ന് മാറ്റി വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ചക്ക മിക്സ് ചേർത്ത് കൊടുത്ത് ചപ്പാത്തി എങ്ങനെയാണോ നമ്മൾ കുഴച്ചെടുക്കുന്നത് ആ പരുവത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് ഞാനിവിടെ ചപ്പാത്തി പ്രസ് യൂസ് ചെയ്തിട്ട് ചപ്പാത്തി പരത്തി അതുപോലെ തന്നെ ചുട്ടെടുത്തു. അങ്ങനെ ഡയറക്റ്റ് അങ്ങനെ കഴിക്കാം, പിന്നെ ഒരു വെറൈറ്റി ഒക്കെ വേണമല്ലോ. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ലാസ്റ്റ് അതെങ്ങനെ കഴിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ടാണ് ഞാനിത് നല്ല രീതിയിൽ പരത്തിയെടുത്തത്. ഇനി ഓരോ ചപ്പാത്തിയായിട്ട് നമുക്ക് പരത്തി ചുട്ടെടുക്കണം. നമ്മുടെ ആ ഒരു ചക്കപ്പഴത്തിനൊരു മഞ്ഞ കളർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ആ ഒരു മാവിനൊരു മഞ്ഞ കളറുണ്ട്. അത് ഈ വീഡിയോയ്ക്കകത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും. ഞാൻ ചപ്പാത്തി കുഴച്ചിട്ട് മാവ് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചായിരുന്നു. അതിന് ശേഷമാണ് ഒന്ന് സോഫ്റ്റായി കഴിഞ്ഞിട്ടാണ് ഞാനിത് ചെറിയ ചപ്പാത്തികളായിട്ട് പരത്തി ചുട്ടെടുത്തത്. അപ്പോൾ ഇപ്പോൾ തന്നെ ആ ഒരു മാവിന് ചക്കയുടെ ആ ഒരു നല്ലൊരു ഫ്ലേവറുണ്ട്. അപ്പം ഇത് ചപ്പാത്തിയായിട്ട് നമുക്ക് കഴിക്കാനായിട്ടൊക്കെ ഒരു കറികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. വൈകുന്നേരം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. എൻ്റെ മോനിത് സ്കൂളിലേക്കാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തത്. അവൻ്റെ സ്കൂള് വെജിറ്റേറിയൻ സ്കൂളാണ്, അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ടൈപ്പ് പലഹാരങ്ങളൊക്കെയാണ് കൊടുത്തുവിടാനായിട്ട് എളുപ്പം. അതുമല്ല കഴിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ കുട്ടി ചപ്പാത്തികൾ ഓരോന്നായിട്ട് നമ്മൾ പ്രസ്സിൽ വെച്ച് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ഒഴിക്കാനായിട്ട് നമുക്കൊരു മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മധുരത്തിന് ശർക്കര ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര ആണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഞാൻ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നല്ലോണം ഇത് അരച്ചിട്ട് നമുക്കിത് പാലെടുക്കണം, ഇതിൻ്റെ തേങ്ങാപ്പാൽ മിക്സ്. അപ്പോൾ ഈ മിക്സാണ് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ ആഡ് ചെയ്ത് കഴിക്കാൻ പോകുന്നത്. പിന്നെ നമ്മളൊരു അരിപ്പയിലോട്ട് അരിച്ച് നമുക്കിതിൻ്റെ പാലെടുക്കാം. കണ്ടോ, ഇത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുത്തിട്ട് നമ്മുടെ ഫൈനലായിട്ടുള്ള സംഭവത്തിലേക്ക് പോവാം. ഓരോ ചപ്പാത്തിയും നമ്മൾ ചുട്ടെടുത്ത് ശേഷം ഇത് ചൂടോടെ തന്നെ നമ്മൾ ആ ഒരു തേങ്ങാപ്പാൽ ചേർത്ത് വേണം കഴിക്കാനായിട്ട്. വളരെ ടേസ്റ്റാണ്, വളരെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് ആ തേങ്ങാപ്പാലിൻ്റെ കൂടെ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങാപ്പാൽ ഒഴിക്കാതെയും കഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു ചക്കയുടെ ഫ്ലേവറും തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി ഇടുക, അതിൻ്റെ പുറത്ത് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കഴിക്കുക. പണ്ട് എൻ്റെ അമ്മ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തേങ്ങാപ്പാൽ ചേർത്ത് തരുമായിരുന്നു. നല്ല കട്ടിക്ക് ഗോതമ്പ് ദോശ തേങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കിയിട്ട് ഈ തേങ്ങാപ്പാൽ ചേർത്ത് തരുന്നത് നല്ല അടിപൊളി രുചിയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ചെയ്തെന്നേ ഉള്ളൂ. ചക്കപ്പഴം കിട്ടിയപ്പോൾ ഇങ്ങനെ ചെയ്താൽ എന്താണെന്ന് വിചാരിച്ചിട്ട്, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചക്കപ്പഴം വെച്ച് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഈ ചക്കപ്പഴത്തിൻ്റെ പലഹാരം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.